എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി പ്രവേശനത്തിനായിട്ടുള്ള hscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിലേക്ക് വിദ്യാർത്ഥികൾ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് മൊബൈൽ ഫോൺ വഴി ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ചില വിദ്യാർത്ഥികൾക്കെങ്കിലും ഇതുപോലെ കാണിച്ചിട്ടുണ്ടാകും. അതായത് ഇവിടെ യുവർ കണക്ഷൻ ഈസ് നോട്ട് പ്രൈവറ്റ്, അറ്റാക്കേഴ്സ് മൈറ്റ് ബി ട്രൈങ് ടു സ്റ്റീൽ യുവർ ഇൻഫർമേഷൻ ഫ്രം hscap.kerala.gov.in. ഫോർ എക്സാമ്പിൾ പാസ്വേഡ്, മെസ്സേജസ്, ക്രെഡിറ്റ് കാർഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു വാർണിംഗ് മെസ്സേജ് കാണാൻ പറ്റും. അതുപോലെ ഇവിടെ അഡ്വാൻസ്ഡ്, അതുപോലെ തന്നെ റീലോഡ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ജസ്റ്റ് നിങ്ങൾ റീലോഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇതുപോലെ തന്നെയാണ് കാണിക്കുക. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് ക്രോം ബ്രൗസർ ഉപയോഗിച്ചുകൊണ്ട്, അതായത് ക്രോം എന്ന് പറയുമ്പോൾ ഗൂഗിൾ ക്രോം ബ്രൗസർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നോക്കുന്ന സമയത്താണ് ഇതുപോലെ കാണിക്കുന്നത്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സെക്യൂരിറ്റി മെസ്സേജാണിത്. അതായത് ഈ ഒരു വെബ്സൈറ്റിന് SSL സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി ഏകദേശം എക്സ്പയർ ആവാനായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ജസ്റ്റ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ SSL സർട്ടിഫിക്കറ്റ് എന്താണെന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകും. അപ്പോൾ അതെന്ന് പറയുന്നത് ഓരോ വെബ്സൈറ്റിനും ആ ഒരു വെബ്സൈറ്റ് സെക്യൂർ ആണ് എന്നുള്ളതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സർട്ടിഫിക്കേഷനാണ് ഈ ഒരു SSL എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഈ ഒരു ബ്രൗസർ ഉപയോഗിച്ചുകൊണ്ട് HSCAP വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിന് പകരമായിട്ട് നിങ്ങൾ മറ്റൊരു ബ്രൗസർ ഉപയോഗിക്കുക. മറ്റൊരു ബ്രൗസർ എന്ന് പറയുമ്പോൾ ഏത് ബ്രൗസറാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ട ഒരു വെബ്സൈറ്റാണ് ഈ ഒരു HSCAP വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ HSCAP വെബ്സൈറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യേണ്ടത് ഒപ്പേറ മിനി എന്നുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒപ്പേറ മിനി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു റൗണ്ട് സിമ്പിളായിട്ടുള്ള ഒരു സിമ്പിളോട് കൂടി, അതായത് ഇവിടെ നിങ്ങൾക്കൊരു ചുവപ്പ് കളറിലായിട്ടൊരു സിമ്പിൾ കാണാം. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഒപ്പേറ മിനി എന്ന് പറഞ്ഞിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ കാണാൻ പറ്റുന്നതും അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതുമാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് HSCAP വെബ്സൈറ്റിലേക്ക് നേരിട്ട് പ്രവേശിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ SSL സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി ഏകദേശം കംപ്ലീറ്റ് ആയതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് മറ്റ് ബ്രൗസറുകളിൽ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റാത്തത്. നിങ്ങൾ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ ഒക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിലേക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, ഈ ഒരു നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു മെസ്സേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം യുവർ കണക്ഷൻ ഈസ് പ്രൈവറ്റ്. ഇവിടെ അഡ്വാൻസ്ഡ് എന്നിൽ കൊടുക്കുന്ന സമയത്ത് അത് ലോഡാവത്തില്ല. അതുപോലെ തന്നെ അതായത് അഡ്വാൻസിൽ കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ് ഈ ഒരു വെബ്സൈറ്റ് കിട്ടാതിരിക്കാൻ വേണ്ടിയുള്ള കാരണം എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ആ ഒരു SSL സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി ഏകദേശം കംപ്ലീറ്റ് ആവാറായതുകൊണ്ടാണ് ഇതുപോലെ ജസ്റ്റ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗൂഗിൾ ബ്രൗസർ, അതായത് നിങ്ങളുടെ ഫോണിലെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഗൂഗിൾ ക്രോം മൊബൈൽ ആപ്ലിക്കേഷൻ വഴി പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ ഒപ്പേറ മിനി എന്നുള്ള ബ്രൗസർ നിങ്ങൾക്ക് ഈ ഒരു പ്ലേ സ്റ്റോറിൽ നിന്ന് ലഭ്യമാണ്. അത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക, അതിൽ HSCAP എന്ന് സെർച്ച് ചെയ്യുക, നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് ലഭ്യമാകുന്നത് ആയിരിക്കും. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് വഴി വിദ്യാർത്ഥികൾക്ക്, അതായത് ഈ ഒരു ഒപ്പേറ മിനി എന്നുള്ള ബ്രൗസർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് HSCAP വെബ്സൈറ്റിലേക്ക് ഓപ്പൺ ചെയ്യാവുന്നതും പിന്നീട് ഈ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൃത്യമായിട്ട് പരിശോധിക്കാവുന്നതും ആണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റാതിരിക്കുന്ന പ്രോബ്ലത്തിൻ്റെ കാരണം എന്ന് പറയുന്നത് അതിൻ്റെ സർട്ടിഫിക്കേഷൻ്റെ കാലാവധി പൂർത്തീകരിക്കാറായതുകൊണ്ടാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്, അതിനായിട്ട് ഈ ഒരു ഒപ്പേറ മിനി മൊബൈൽ ആപ്ലിക്കേഷൻ, അതായത് ഈ ഒരു ബ്രൗസർ ഉപയോഗിച്ചാൽ മതിയാകും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു വെബ്സൈറ്റ് കിട്ടാത്ത പ്രോബ്ലം നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ സോൾവ് ചെയ്യാവുന്നതും ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.